ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, താങ്കൾക്ക് പോകണം. അതിനു മുൻപ് SFI അന്വേഷണം നടത്തിയതാണ്. SFI അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ചിപ്പോൾ എന്തുമായിക്കോട്ടെ, കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വേട്ടയെ പറ്റിയുള്ള രാഷ്ട്രീയ ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ അന്വേഷണത്തിൽ ഈ പറയുന്ന 2.25 കോടി രൂപ, 2,70,00,000 രൂപ ഒരു സേവനവും നൽകാതെ സ്വീകരിച്ചതായി കണ്ടെത്തിയതാണ്. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളിൽ ക്രമക്കേടുണ്ടെന്ന് SFI തെളിവടക്കമുള്ള റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയാണ്. അതാണ് ഈ പറയുന്ന നിയമ നടപടികൾക്കുള്ള അനുമതിക്കുള്ള അടിസ്ഥാനമാവുന്നത്. ഈ പറയുന്ന 10 വർഷം വരെ തടവ് ശിക്ഷയ്ക്ക് കാരണമായേക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട്. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ആ പണം കൊടുക്കേണ്ടി വന്നത് എന്ന് പറയുന്ന ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആദ്യ കണ്ടെത്തലടക്കം, അല്ലെങ്കിൽ ആദ്യ ആ ഗുരുതരമായ പരാമർശമടക്കം, അതിനുശേഷമുള്ള നടപടിക്രമങ്ങളടക്കം ഏറ്റവും ഒടുവിൽ വരുന്ന കുറ്റപത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം പറയുകയാണ് മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനം തുടരാൻ യോഗ്യതയില്ല. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വ്യവസായം ചെയ്യാൻ പാടില്ല നിയമമൊന്നുമില്ല. ആ വ്യവസായവുമായി ബന്ധപ്പെട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് കുറെ പണം ബാങ്ക് വഴി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പണം തിരിച്ച് സേവനം കൊടുത്തില്ല എന്നുള്ളതാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു കണ്ടെത്തലായിട്ട് നമ്മൾ കണ്ടത്. ഇവിടെ വീണ വിജയനെ പ്രതി ചേർത്തൊരു കേസെടുത്തിരിക്കുന്നു. ഈ കേസെടുത്തത് കൊണ്ട് എന്റെ പേരിലുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം നിൽക്കുന്നതുകൊണ്ട് എന്റെ പേരിൽ നിരവധി കേസുകൾ എല്ലാ കോടതികളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കേസുകളൊക്കെ നമുക്ക് ആരുടെ പേരിൽ വേണമെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യാം. നമുക്കറിയാമല്ലോ, ഏകദേശം 2020 മുതൽ 2024 വരെ 463 കേസുകൾ SFI രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടാണ് കണക്ക്. ഏതൊക്കെ കേസുകളിലാണ് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത്? ഇവർക്ക് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, സഹാറ കേസ്. ആ സഹാറ കേസിനകത്ത് വ്യക്തമായിട്ട് ഹാഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SFIക്ക് അന്വേഷിക്കാൻ പറ്റുന്നത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രോഡ് നടക്കണം. സഹാറ കേസിൽ നടന്ന എന്താ, ഏതാണ്ട് 3 കോടി ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് 15% പലിശ കൊടുക്കാമെന്ന് പറഞ്ഞ് 25,000 കോടി രൂപ കളക്ട് ചെയ്തു. ആ പലിശ ബലദേവ് സച്ചിദാനന്ദൻ, ഈ വീണ വിജയൻ, വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന ഈ വ്യക്തി ഏത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിലാണ് ഈ കേസ് എന്നറിയില്ല. അവർ CPMന്റെ ഏത് വേദിയിൽ വന്ന് ഏത് രാഷ്ട്രീയ പോരാട്ടത്തിൽ പങ്കാളികളായ, ഏതോ മനുഷ്യചങ്ങലിൽ പങ്കെടുത്തുകൊണ്ട് കാര്യം ശരിയാണ്, പങ്കാളികളായതിന്റെ ഭാഗമായാണ് ഈ രാഷ്ട്രീയ വേട്ട എന്നറിയില്ല. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, നമ്മുടെ കാതലായ ചോദ്യം ഇതൊന്നും അല്ലെന്നേ. നമ്മുടെ കാതലായ ചോദ്യം ഇപ്പോഴും ആർക്കും അറിയില്ല. എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത് 2.25 കോടി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ 1.25 കോടി രൂപ, 1.25 രൂപയാണെങ്കിൽ കൂടിയും സേവനം ചെയ്യാതെ ഈ പറയുന്ന കരിമണൽ കർത്തായുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയെന്ന കാര്യം ആർക്കും അറിയില്ല. വന്ന് വാചാലനാവുന്ന AK ബാലൻ അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും അറിയില്ല. പറയേണ്ടത് എക്സാലോജിക്കാണ്. ഒരു കീറക്കടലാസിൽ കൂടിയെങ്കിലും പാർട്ടി ഇത്രത്തോളം പ്രതിരോധത്തിലാക്കിയ വിഷയത്തിൽ ഞങ്ങൾ CMRന് കൊടുത്ത സേവനങ്ങൾ 1, 2, 3 ഇന്നതാണ് എന്നൊരു കീറക്കടലാസ് എക്സാലോജിക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു കോടതിയിലും പറഞ്ഞിട്ടില്ല. ആർക്കും അറിയില്ല. SFI കണ്ടെത്തുന്നു 5 പൈസയുടെ സേവനം കൊടുക്കാതെയാണ് ഈ പണം വാങ്ങിയത്. ഈ പണം എന്തിനാ പിന്നെ വാങ്ങിയത്? ഈ പണം പിന്നെ എന്തിനാ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ പിന്നെ വാങ്ങിയത്? ഹാഷ്മിയുടെ ചോദ്യം വളരെ കറക്റ്റ് ആണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ SFIയുടെ 212, 280, 206 തുടങ്ങിയ സെക്ഷനുകളുണ്ട്. ഈ സെക്ഷനുകളുടെ ഒന്നും പരിധിയിൽ വരുന്നതല്ല വീണ ജോർജിനെതിരെയുള്ള അലിഗേഷൻസ്. ഈ കേസ് കോടതിയിൽ നിൽക്കില്ല. നിങ്ങൾ ചോദ്യം കറക്റ്റ് ആണ്. വീണ ജോർജ് എന്തിന് പൈസ വാങ്ങിച്ചു എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ഒന്നുകിൽ വീണ ജോർജ് ചെയ്യണം, അല്ലെങ്കിൽ CMRൽ ചെയ്യണം. അത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പരസ്യമായിട്ട് 35 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ എന്നുള്ളതിൽ പറയുന്നു, ഈ കേസ് രണ്ടാമതാണ്, കോടതി വ്യവഹാരങ്ങൾ രണ്ടാമതാണ്. ഇതിലെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക്, ഇടതുപക്ഷ ധാർമ്മികത ഉള്ളിലുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങടക്കം ഈ പറയുന്ന ആരാണ് ഇതിനുവേണ്ടി ഈ എക്സാലോജി കമ്പനിയുടെ PRO കണക്കെ ആ ദിവസങ്ങൾ തെരുവിൽ വന്ന് വീറോടെ വാദിച്ച് AK ബാലനടക്കം, ഇതിനുവേണ്ടി സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പൊക്കെ അങ്ങനെയൊക്കെ അപ്പോൾ CPM നേതാക്കളടക്കം അടിസ്ഥാനപരമായി പറയേണ്ടത് എന്താണ്? അടിസ്ഥാനം പറയേണ്ടത് ഈ പറയുന്ന കമ്പനിക്ക് ഇന്ന സേവനങ്ങൾ കൊടുത്തതിന്റെ ഭാഗമായിട്ട് പണം കിട്ടി, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യ് എന്ന് ധൈര്യത്തോടെ പറയുന്ന ഇന്നേ ഒരൊറ്റ നേതാവ് ഉണ്ടായിട്ടുണ്ടോ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതിന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ പണം എന്ത് ചെയ്തു എന്നുള്ളത് പറയണമെന്നുള്ളത് കമ്പനിയുടെ ഭാഗത്തു നിന്നാണ്, അത് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നതല്ല. എക്സാലോജിക്ക് എന്ന കമ്പനി പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ബോർഡോ ആ കമ്പനിയുടെ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ആ കമ്പനിക്ക് വേണ്ടി പാർട്ടി തെരുവിലിറങ്ങി നിന്നില്ലേ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ? ആ കമ്പനിക്ക് വേണ്ടി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇറങ്ങി നിന്നില്ലേ തെരുവിൽ വാദിക്കാൻ?
ഇല്ലില്ല, ഒരിക്കലും ആ വീണ കമ്പനിക്ക് വിജയന് വേണ്ടി വേണ്ടിയല്ല കമ്പനിയുടെ നിന്നത്. PRO കണക്കെ ആ പാർട്ടിയുടെ കേന്ദ്ര ഇല്ലില്ല. കമ്മിറ്റി അംഗം തെരുവിൽ നിന്ന് നാണം കെട്ട് വാദിച്ചില്ലേ? ഓർമ്മയില്ലേ അങ്ങേക്ക്? ഇല്ലില്ല, ഒരിക്കലും ഞങ്ങൾ ആരും വീണ വിജയന് വേണ്ടി നിന്നിട്ടില്ല. നിന്നത് നിങ്ങൾ വീണ വിജയന്റെ അച്ഛനായതുകൊണ്ട് പിണറായി വിജയനെതിരെയും CPM-നെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഇതൊരു ആയുധമാക്കാൻ ഉപയോഗിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. അല്ല, വീണ വിജയൻ എന്ന വ്യക്തിയെ പ്രതിരോധിക്കാനല്ല. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സർക്കുലറിനകത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സർക്കുലറിനകത്ത് വീണ വിജയൻ എന്ന വ്യക്തിയെ എടുത്തു പറഞ്ഞുകൊണ്ട് സർക്കുലർ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ആര് സർക്കുലറൊക്കെ വായിക്കുന്നവരാണ് ഞങ്ങൾ. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് തീർച്ചയായിട്ടും പാർട്ടിയുടെ ലൈനിലാണ് പോകുന്നത്. പാർട്ടിയുടെ ലൈനിലാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. ശ്രീ ബലദേവ്, രാജു പി നായർ ഒറ്റ ചോദ്യം. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, ഈ വീണ വിജയന്റെ ഈ പറയുന്ന കമ്പനി ഏത് അഡ്രസ്സിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? അങ്ങേക്ക് അറിയോ? രജിസ്റ്റർ ചെയ്യാറില്ല. നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എന്നിട്ട് ഇനി ഇടതുപക്ഷമാണെന്ന് പറയാൻ അങ്ങേക്ക് നാണമില്ലേ? CPM-ന്റെ ആൾക്കാർക്ക് വന്ന് പറയാത്ത ന്യായീകരണം നാണമില്ലേ? ഞാൻ പറയട്ടെ, രാജു പി നായരെ മറുപടി തരാം. തിരുവനന്തപുരത്ത് AKG സെന്ററിന്റെ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അതൊരു AKG സെന്റർ ബ്രാഞ്ചാണ്. CPM-ന്റെ ബ്രാഞ്ച് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയാണ്. അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ ഒരുപക്ഷെ അറിയാം. ആ ബ്രാഞ്ചിന് സെക്രട്ടറി ഉണ്ട്. ആ ബ്രാഞ്ചിൽ ആ AKG സെന്റർ നിൽക്കുന്ന സ്ഥലത്തുള്ള കമ്മിറ്റി അംഗങ്ങൾ വരും. അവിടുത്തെ ഫ്ളാറ്റിലാണ് സെക്രട്ടേറിയറ്റ് മെമ്പർമാർ താമസിക്കുന്നത്. സ്വാഭാവികമായിട്ട് അഡ്രസ് കൊടുക്കുമ്പോൾ അവിടുത്തെ അഡ്രസ് കൊടുക്കും. ഏത് കമ്പനിക്കാണ്? ഒരു ദുരൂഹമായ കമ്പനി, അങ്ങേയറ്റം ദുരൂഹമായ കമ്പനി, ഇടയ്ക്ക് മുങ്ങുകയും ചെയ്യുന്ന കമ്പനി, അതിൽ ഡയറക്ടേഴ്സിന്റെ പേര് വെച്ചാൽ ഉടനെ വെബ്സൈറ്റ് ഡൗൺ ആവുന്ന കമ്പനി, ഇടപാടുകൾ അങ്ങേയറ്റം ദുരൂഹമായി നിൽക്കുന്ന ഒരു കമ്പനി. അതിന്റെ അഡ്രസ് ആരാ? ഈ പറഞ്ഞ കോടിക്കണക്കിന് പാർട്ടിക്കാർ കെട്ടിപ്പടുത്ത സെന്ററിന്റെ അഡ്രസ് കൊടുക്കണം. എന്നിട്ട് ആ കമ്പനിക്ക് വേണ്ടി AK ബാൽ ഇറങ്ങി വാദിക്കണം. ഇങ്ങനെയൊക്കെ പറയാൻ നാണമുണ്ടോ സാറേ? ഞാൻ പറയട്ടെ, അവിടെ താമസിക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം അഡ്രസ് കൊടുക്കുന്നത് AKG സെന്ററാണ്. അതിനൊരു ബ്രാഞ്ചായിട്ടാണ് തുടങ്ങിയത്. AKG സെന്ററിലാണോ? ഓഫീസില്ലേ? അല്ലല്ല, ഇത് ബാംഗ്ലൂരിലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനി. ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിക്ക് എങ്ങനെയാ AKG സെന്ററിൽ വരുന്നത്? വീണ വിജയന് അങ്ങ് പിണറായി വീടില്ലേ? പിണറായി വിജയൻ വീടില്ലേ? ഞങ്ങളുടെ അഡ്രസ്സാണ് ഞങ്ങളുടെ അഡ്രസ്സായിട്ട് കൊടുക്കുന്നത്. ഇന്ത്യയിൽ എവിടെ കമ്പനി രജിസ്റ്റർ ചെയ്താലും നമ്മുടെ ഹോം അഡ്രസ് കൊടുക്കാം. ഞാൻ എന്റെ പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്റെ പേരിലാണ്. ഡൽഹിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ. എന്റെ ചവറയിൽ അഡ്രസ്സാണ് ആ ഇലക്ഷൻ കമ്മീഷൻ പാർട്ടി ഓഫീസായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്റെ വീടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കൊടുക്കാം. എവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്താലും രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ വിലാസം കൊടുക്കാം. വീണ വിജയൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണോ? രാജു പി നായരുടെ ഭാര്യയും മകളും താമസിക്കുന്നത് രാജു പി നായരുടെ വീട്ടിലല്ലേ? രാജു പി നായരുടെ ഭാര്യയും മക്കളും രാജു പി നായരുടെ ഓഫീസിലോ വീട്ടിലോ ആണെങ്കിൽ അങ്ങേയറ്റം ഉടായ്പ കമ്പനിക്ക് കൊടുക്കേണ്ട അഡ്രസ്സാണോ AK സെന്ററിന്റെ അഡ്രസ്? ഒരു ഉടായ്പ കമ്പനിക്ക് കൊടുക്കേണ്ട അഡ്രസ്സാണോ സാറേ? ആയിരക്കണക്കിന് പാർട്ടിക്കാർ, ലക്ഷക്കണക്കിന് പാർട്ടിക്കാർ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ആസ്ഥാനത്തിന്റെ അഡ്രസ് അങ്ങനെയല്ല. എക്സാലോജിക്കുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ താമസിക്കുന്ന വീട്ടു ഹോം അഡ്രസ് കൊടുക്കണം. ആ ഹോം അഡ്രസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഹോം അഡ്രസ് ഒരു സെക്കൻഡ്. അല്ലല്ല, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്തെ AKG സെന്റർ ഇവരുടെ പെർമനന്റ് റെസിഡൻസ് ആവുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ആ ബ്രാഞ്ചിന്റെ പരിധിയിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്നതുകൊണ്ടാണല്ലോ. പിണറായി വിജയന്റെ പെർമനന്റ് അഡ്രസ്സും വീണ തൈക്കണ്ടിയുടെ പെർമനന്റ് അഡ്രസ്സും കണ്ണൂരിലെ പിണറായി വിജയന്റെ വീടല്ലേ? അല്ലെങ്കിൽ വീണ വിജയൻ നേരത്തെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ വീടായിരിക്കില്ലേ? അതല്ലാതെ എങ്ങനെയാണ് AKG സെന്റർ അഡ്രസ് ആയിട്ട് വരുന്നത്? എന്തൊക്കെയാണ് ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. AKG സെന്റർ ഒരു ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചിൽ വരുന്ന അംഗങ്ങൾക്ക് എല്ലാവർക്കും അവിടുത്തെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. 15 പേര് ആ ബ്രാഞ്ചിൽ വരുന്നുണ്ട്. അതിൽ കൂടുതൽ അംഗങ്ങൾ വരാം. അവിടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ താമസിക്കുന്ന ഉദയംപേരൂർ മാളേക്കാടാണ്. ആ മാളേക്കാടിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തിന് അവിടുത്തെ ബ്രാഞ്ച് ഓഫീസിന്റെ അഡ്രസ് കൊടുത്തൊരു തട്ടിപ്പ് കമ്പനി ഉണ്ടാക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? അങ്ങനെ ഒരു നിമിഷം ഈ പാർട്ടിക്കകത്ത് വെച്ചോണ്ടിരിക്കുവോ? പിണറായി വിജയൻ കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ കേരളത്തിലുള്ള 10,000 ബ്രാഞ്ചുകളിലുള്ള പ്രവാസി പ്രതിയെ തിരിച്ചയച്ചില്ലേ? മധുര പാർട്ടി കോൺഗ്രസ് ഒരു പ്രവാസി പ്രതിയെ തിരിച്ചയച്ചില്ലേ? എന്തിനു വേണ്ടി അറിയാവോ? രാജേഷ് കൃഷ്ണ മധുര പാർട്ടി കോൺഗ്രസിലേക്ക് വന്ന ഒരു പ്രവാസി പ്രതിനിധിയെ തിരിച്ചയച്ചില്ലേ? എന്തിനു വേണ്ടിയാണ്? അത്രയും സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ നോക്കുന്ന ഒരു പാർട്ടിക്ക് അങ്ങേയറ്റം ഒരു ദുരൂഹമായ കമ്പനി, ഇടപാടുകൾ എന്താണെന്ന് അറിയില്ല, ചെയ്യുന്ന സോഫ്റ്റ്വെയർ സേവനം എന്താണെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് മുങ്ങും ഇടയ്ക്കിടയ്ക്ക് പൊങ്ങും ചെയ്യുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് വേണ്ടി ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇറങ്ങിയെന്ന് വാദിച്ചു. ആ കമ്പനിക്ക് വേണ്ടി ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഇറങ്ങി തെരുവിൽ നിന്ന് വാദിച്ചു.
AK ബാലനെ പോലെ ഒരു മുതിർന്ന നേതാവ്. AK ബാലനൊന്നും വീണാ വിജയന് വേണ്ടിയല്ല വാദിച്ചിട്ടുള്ളത്. പിന്നെ ആർക്ക് വേണ്ടിയാ AK ബാലന്റെ വാചകങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കൂ. പിന്നെ ആർക്ക് വേണ്ടിയാ നിങ്ങളുടെ വാദിച്ചത്? ലൈബ്രറിയിലുണ്ടല്ലോ. ആ അവര് പറഞ്ഞത് ലൈബ്രറിയിലുണ്ടെന്നേ, അതുകൊണ്ടാ പറയുന്നത്. പിണറായി വിജയൻ ലൈബ്രറിയിലുണ്ടെന്ന് അതുകൊണ്ടാ പറയുന്നത്. ഈ കമ്പനിയെ പറ്റി പേപ്പർ കൈവച്ച് വാദിക്കുകയായിരുന്നു വീറോടെ, ഉടായ്പ കമ്പനിയെ പറ്റി. തീർച്ചയായിട്ടും ആണല്ലോ. അതൊരു രജിസ്റ്റേർഡ് കമ്പനിയാണ്. കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ കമ്പനിയാണ്. കമ്പനി ഇപ്പൊ എവിടെ? ആ കമ്പനി ഇപ്പൊ എവിടെ? കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ആ. അത് കമ്പനിക്ക് എപ്പോഴെങ്കിലും ഡിസോൾവ് ചെയ്യില്ല. കമ്പനി ആക്ട് അനുസരിച്ച് എപ്പോഴെങ്കിലും കമ്പനി രൂപീകരിക്കാം, എന്ന് മുതൽ? കമ്പനി ഡിസോൾവ് ചെയ്യാം. എന്ന് മുതൽ പ്രവർത്തിക്കുന്നില്ല? അതൊക്കെ കമ്പനീസ് ആക്ടിന്റെ പരിധി. സെറ്റിൽമെന്റിന്റെ ബോർഡിന്റെ കേസ് ആയതിനു ശേഷം പ്രവർത്തിക്കുന്നില്ല. അത് 2021 അത് വരുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. കമ്പനി ആക്ട് അനുസരിച്ച് കമ്പനിക്ക് പ്രവർത്തിക്കാൻ ഡിസോൾവ് ചെയ്യാൻ എത്രയോ നൂറുകണക്കിന് കമ്പനി ഡിസോൾവ് ചെയ്ത് പോകുന്നില്ലേ? എന്തിനാ അത് അംബാനിയുടെ അനിയന്റെ കമ്പനികൾ എത്ര ഡിസോൾവ് ചെയ്തു? അനിൽ അംബാനിയുടെ കമ്പനികൾ ഡിസോൾവ് ചെയ്ത് പോകാം. അത് പ്രത്യേക സാഹചര്യത്തിൽ അവർ കമ്പനി നിയമപരമായിട്ട് തന്നെ ഡിസോൾവ് ചെയ്യാം. വെബ്സൈറ്റിൽ നിന്നും എത്ര തവണ മുങ്ങിയിട്ടുണ്ടെന്ന് അറിയോ ഈ കമ്പനി? PT തോമസ് ആരോപണം ഉന്നയിക്കും, ഉടൻ മുങ്ങും കമ്പനി, പിന്നെയും പൊങ്ങും കമ്പനി. അമ്മാതിരി ഒരു പ്രത്യേകതരം കമ്പനി ആട്ടോ ഈ കമ്പനി. ഇപ്പൊ ഇല്ലതാനും അന്തരീക്ഷത്തിലാണ് ആ കമ്പനി.